guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്രോക്കൺ ഗ്ലാസ് മിക്സ്ഡ് ഫ്രൂട്ട് വെച്ചിട്ടുണ്ടാക്കിയ ബ്രോക്കൺ ഗ്ലാസ് പുഡിംഗ് ആണ്. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ, സബ്സ്ക്രൈബ് ചെയ്യൂ. സോ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ജെല്ലി പുഡിംഗ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം. നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഏകദേശം ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ജെലാറ്റിൻ ആഡ് ചെയ്ത് കൊടുക്കാം. ജെലാറ്റിൻ ആണെങ്കിൽ ഏകദേശം നിങ്ങൾക്കൊരു 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ട് ഇതേപോലെ ഇനി ചെയ്യുന്ന സ്റ്റെപ്പ് മെൽറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ചെയ്യണം. അതിന് പകരം ഞാനിവിടെ അഗർ ചൈന ഗ്രാസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 10 ഗ്രാം, അതായത് ഒരു പാക്കറ്റ് കേട്ടോ, ഞാൻ വാങ്ങിയത് ബേക്കേഴ്സിൻ്റെ ഒരു പാക്കറ്റാണ്, 10 ഗ്രാംസിൻ്റെ. ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് മെൽറ്റായി വന്നാൽ നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിവിടെ ഏകദേശം ഒരു ഫുൾ ഡബ്ബ 400 ഗ്രാമിൻ്റെ ഫുൾ ഡബ്ബ കണ്ടൻസ്ഡ് മിൽക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതും ഇതിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ തന്നെ രണ്ടും കൂടെ ഒന്ന് മിക്സായിട്ട് വരട്ടെ. ഇതിലേക്ക് ഞാൻ ഏകദേശം 1 കപ്പോളം വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ. അപ്പം ഞാനൊരു 1/2 കപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു 1/2 കപ്പ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോവാണ്, കാരണം ഇനി മെൽട്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ മിക്സ്ചർ റെഡിയായി. പുഡിങ്ങിൻ്റെ ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചു, കുഴപ്പമില്ല. നമുക്ക് അതൊന്ന് സ്ട്രെയിനറിൽ കൂടെ ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ റെഡിയാവും. ഞാൻ ഈ വെള്ളം രണ്ട് മൂന്ന് പ്രാവശ്യം ഈ മിൽക്ക് മെയ്ഡ് പാത്രം തുടച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നേരത്തെ എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ചെറിയൊരു പിശുക്കൽ പരിപാടി ചെയ്യാൻ നോക്കിയതാണ്, അങ്ങനെ പറ്റും. എനിവേ, ഇനി നമുക്ക് ഇതൊരു സ്ട്രെയിനറിൽ കൂടെ ഒന്ന് അരിക്കാം. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. അടുത്ത സ്റ്റെപ്പ്, ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, മേലെ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കൂടെ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്തെങ്കിലും മെൽട്ടാവാത്ത ഇഷ്ടം പോലെ ഉണ്ട്, കാണുമ്പോൾ അറിയുന്നുണ്ട്. എന്നാലും അതിൽ ആ പീസസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കണ്ടോ, ചെറിയൊരു ഭാഗം കരിഞ്ഞു പോയി. കരിയല്ല, ഒന്ന് അടിപ്പിടിച്ചു. ഇതിലേക്ക് ഞാൻ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് ഫ്രൂട്ട്സാണ്. ഞാനിവിടെ നിറയെ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കിവി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് പൊമഗ്രാനേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ബ്ലൂബെറീസ്, കുറച്ച് നമ്മുടെ സാധാരണ മുന്തിരി, കുറച്ച് ഓറഞ്ച്, പിന്നെ ഗ്രീൻ ഗ്രേപ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് പഴവും ആഡ് ചെയ്ത് കൊടുക്കാം, പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്തു. എല്ലാം ഒന്ന് മിക്സ് ചെയ്തോളൂ. ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ ഈ ഒരു 2-3 ട്രേ, ഇവിടെ 2-3 ടൈപ്പ് ഓഫ് പാത്രങ്ങൾ ഞാനിവിടെ കുറച്ച് നെയ്യ് തേച്ച് വെച്ചിട്ടുണ്ട്. നെയ്യോ എണ്ണയോ എന്തെങ്കിലും തേച്ച് വയ്ക്കാം. നെയ്യിന് കുറച്ച് ഫ്ലേവർ വരും, പക്ഷെ എന്നാലും കറക്റ്റായിട്ട് ഡീമോൾഡ് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആഡ് ചെയ്തത്. വെളിച്ചം കുറച്ച് കുറവാണ്. ഈ ഒരു കളറല്ല, നമ്മുടെ ക്യാമറയിൽ കാണുന്ന കളറല്ല, കുറച്ചുകൂടെ നല്ല വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്. ഇപ്പം കളറ് ശരിയായില്ലേ? ഞാൻ ഇപ്പോഴാണ് ഒരു ലൈറ്റ് ഇട്ടിട്ടില്ല എന്നുള്ളത് ആലോചിച്ചത്. അപ്പോൾ ഞാൻ ഓരോ പാത്രത്തിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്, സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു 1-2 മണിക്കൂറിലാവും. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു 3-4 അവേഴ്സിൽ ഇത് സെറ്റായിട്ട് വരും. ഞാനിങ്ങനെ ഓരോ പാത്രത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ.
നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം. പൈനാപ്പിൾ ആഡ് ചെയ്യാം, പപ്പായ ആഡ് ചെയ്യാം, ആപ്പിൾ ആഡ് ചെയ്യാം, പഴം ആഡ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ കയ്യിലുള്ള കുറച്ച് ഫ്രൂട്ട്സ് വെച്ചിട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിനി ഇതൊന്ന് സെറ്റായിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി ഒന്ന് ചൂടാറിയ ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കും. ഒരു 3-4 hours നല്ല സെറ്റായ ശേഷം ഡീമോൾഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഞാൻ പറഞ്ഞ പോലെ ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണ്. ഇനി നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീമോൾഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചുടുവെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിട്ടും. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ടൊന്ന് വിടിവിച്ച് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഇനി എന്തായാലും ഇത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്തായാലും കാണുന്നുണ്ടല്ലോ അല്ലേ, എല്ലാ കളേഴ്സും ഇതിൽ നന്നായി പോപ്പ് ചെയ്ത് കാണുന്നുണ്ട്. എന്തായാലും ഞാൻ പ്ലേറ്റിലേക്ക് തിരിക്കട്ടെ കേട്ടോ. ജസ്റ്റ് ഒന്ന് ഡീമോൾഡ് ചെയ്ത് എടുത്ത് നോക്കട്ടെ, വരുമായിരിക്കും. യെസ്, കാണുന്നുണ്ടോ പുഡിംഗ്? നന്നായി സെറ്റായിട്ടുണ്ട്. പിന്നെ പാലാണ്, മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ എന്തായാലും ടേസ്റ്റിന് സംശയമൊന്നും വേണ്ട. കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയാണ് എന്നുള്ളത്. ഫ്രൂട്ട്സ് ആയതുകൊണ്ട് കട്ട് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. കട്ട് ചെയ്യുമ്പോൾ അതാ ഇങ്ങനെ വരും. ഫ്രൂട്ട്സ് ആയതുകൊണ്ട് നമുക്ക് ക്ലീൻ കട്ട് കിട്ടില്ല, കുറച്ച് പ്രഷർ ഉപയോഗിക്കണം. എന്നാലും സംഭവം സൂപ്പറാണ്. നമുക്ക് ഓരോ വായിലും ആ ഒരു പാലിൻ്റെ ടേസ്റ്റും അത്യാവശ്യം നല്ല മധുരവും, നമ്മളിതിൽ എല്ലാ ഫ്രൂട്ട്സും ആഡ് ചെയ്തുകൊണ്ട് ആ എല്ലാ ഫ്രൂട്ട്സിൻ്റെയും ടേസ്റ്റ് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. ഓറഞ്ചിൻ്റെ പുളി, മുന്തിരിയുടെ പുളിയും കിട്ടുന്നുണ്ട്. നമ്മൾ 2 ടൈപ്പ് ഓഫ് ഗ്രേപ്സും ആഡ് ചെയ്തിട്ടുണ്ട്. പോമഗ്രാനൈറ്റിൻ്റെ മധുരം, ബ്ലൂബെറിയുടെ മധുരം ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാൻ പറഞ്ഞ പോലെ ബൈ ബൈ.